മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് പറയുന്നു. അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് അറിയേണ്ടത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അത് എത്രത്തോളം സത്യമാണ്? വിമലിന്റെ നല്ലൊരു ചോദ്യമാണ്. അൽഹംദുലില്ലാ. നമ്മൾ ആദ്യം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിന് തെളിവ് നമ്മൾ തന്നെ. എനിക്ക് 41 വയസ്സ്. 41 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനില്ല. എല്ലാവർക്കും അറിയാം, 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ നിന്ന് 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ഒരു ബീജം അണ്ഡവുമായി കൂടിച്ചേർന്ന് സിക്താണ്ഡമായി സൈക്കോട്ടായി അത് ഇങ്ങനെ വളർന്നു വികസിക്കുന്ന കുഞ്ഞുണ്ടാവും. ഇതൊന്നുമില്ലാത്ത കാലത്ത്, ശുദ്ധശൂന്യമായ കാലത്ത് നമ്മളെ സൃഷ്ടിച്ചുവല്ലോ. എങ്കിൽ ഇത് വീണ്ടും ഈ പ്രക്രിയ ആവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താ? ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും കുറെ വർഷങ്ങൾക്ക് മുമ്പില്ല, അതിന്റെ കുറേയൂടെ മുന്നോട്ടേ നമ്മുടെ അച്ഛനും അമ്മയില്ല. ഈ സംഗതികളൊന്നുമില്ല. ഇതൊന്നുമില്ലാത്ത കാലത്ത് നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മണ്ണായതിനു ശേഷം സൃഷ്ടിക്കപ്പെടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതിന് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ ഞാനിവിടെ ഈ നടപ്പാതയിൽ നിങ്ങൾ കണ്ട് ഈ കളറായിട്ടുള്ള ഒരു പിച്ചായിട്ട് സങ്കല്പിച്ചോളി. നിങ്ങളിത് ഈ പിച്ചിൽ എവിടെയെങ്കിലും ഒരു ചെടിയുടെ അംശം കാണുന്നുണ്ടോ? സാധാരണ നമ്മൾ ഒരുക്കുന്ന ഗ്രൗണ്ടിലെ പിച്ച്. പക്ഷെ ഒരു മഴ പെയ്യുമ്പോ ആ പിച്ചിൽ നിന്ന് ഇങ്ങനെ ചെടികൾ മുളച്ചു വരുന്നു. ആരെങ്കിലും ഒരു വിത്ത് അവിടെ കണ്ടിട്ടുണ്ടോ? ഖുർആൻ പറയാണ് കദാലിക്കൽ ഖുറൂജ്, അങ്ങനെ വിപിൻ അല്ലെങ്കിൽ വിമൽ, അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ എഴുന്നേൽപ്പിക്കപ്പെടും. നിങ്ങളുടെ സമ്പൂർണമായ ഒരു കോശം ഈ മണ്ണിലുണ്ടാവും, ഒരിക്കലും നശിച്ചു പോകില്ല. ഏതുപോലെ വിമാനം എത്ര കത്തിച്ചാമ്പലായാലും ബ്ലാക്ക് ബോക്സ് നിലക്കില്ല അല്ലേ? എന്റെ ബ്ലാക്ക് ബോക്സ് മാത്രം നിലക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ കത്തിച്ചാലും നിങ്ങൾ വെള്ളത്തിലിട്ടാലും എന്ത് ചെയ്താലും ഒരു ഭാഗം മാത്രം, മനുഷ്യന്റെ ഈ ഭാഗത്തെ വാലറ്റത്തിലെ ഒരു കോശം മാത്രം മണ്ണിൽ അവശേഷിക്കും. ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, അങ്ങനെ അവനെ ഈശ്വരൻ വീണ്ടും ഉയർച്ചയിലേൽപ്പിക്കും. ഭൗതികമായ തെളിവനെയും പറയുന്നു. രണ്ടാമത്തെ പോയിന്റ് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു പോയിന്റ്. ഞാൻ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ 8 മാസം പ്രായമായ ഒരു കുട്ടി, 8 മാസം പ്രായമായ ഒരു കുട്ടി, ഒരു 2 മാസം കഴിഞ്ഞ കുട്ടി പുറത്തേക്ക് പോരുകയാണ്, പയ്യെ പുറത്തേക്ക് പോരുകയാണ്. എല്ലാവർക്കും ഇനി ഞാൻ പറയും, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നല്ലൊരു പോയിന്റ്. 10 വയസ്സുള്ള ഒരു കുട്ടി ഈ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് കയറിയിട്ട് വരാനിരിക്കുന്ന അനുജനോട് പറയണം. 10 വയസ്സായി ഈ കുട്ടിയുടെ അനുജനാണ് വയറ്റിൽ കിടക്കണം, അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത്. ഇപ്പൊ കുട്ടിനോട് പറയണം, മോനെ 8 മാസമായി നീ ഇവിടെ, 2 മാസത്തോട് കഴിഞ്ഞാൽ നീ ഈ ഇരുട്ടാകുന്ന ഗർഭപാത്രമാകുന്ന സങ്കുചിതമായ ലോകത്ത് നിന്ന് അനന്തവിസ്തൃതമായ ഒരു മഹാപ്രപഞ്ചത്തിലേക്കാണ് നീ പോകുന്നത്. അനന്തവിസ്തൃതമായ ഒരു മഹാപ്രപഞ്ചത്തിലേക്കാണ്. 7 ആകാശം, 7 ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, വിശാലമായ സാഗരങ്ങൾ, കാട്ടാറുകൾ, ഇതൊക്കെ ഉള്ള ലോകത്തേക്കാണ് മോനെ നീ പോണത്. ഞാൻ ആരാ പറയുന്നത്? 10 വയസ്സുള്ള കുട്ടി 8 മാസം പ്രായമായ ഗർഭപാത്രത്തിൽ കുട്ടിനോട് പറയാണ്. അപ്പൊ ഗർഭപാത്രം, ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് ഈ ഇരുട്ടറക്കുള്ളിൽ ഇങ്ങനെ കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തൊരു ലോകോ, ഇതിന്റെ അപ്പുറത്തൊരു ആകാശോ, ഇതിന്റെ അപ്പുറത്തൊരു ഭൂമിയോ ചോദിക്കുക. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന ആളാരാ? ഗർഭപാത്രത്തിൽ ചെന്ന് പറഞ്ഞ ആളാരാ? ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തുപോയി ഇതൊക്കെ കണ്ടുവന്നൊരു മനുഷ്യൻ ശരിക്ക് കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യം എന്ത് പറയാണ്? ഇതുണ്ട് എന്ന് പറയാണ്. അപ്പൊ നിഷേധിച്ച കുട്ടിയോ? ഓ നിഷേധിച്ചാലും ഇല്ലെങ്കിലും ഓൻ പുറത്തേക്ക് വരുമോ? ഓൻ കണ്ടാലും ഇല്ലെങ്കിൽ പുറത്തേക്ക് വരും. ഓനോട് ജീവിതത്തിൽ ആരെങ്കിലും ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന് പറഞ്ഞിക്കോ? ഇല്ല. സ്വർഗത്ത് പോയിട്ടോ നരകത്ത് പോയിട്ടോ ഒരാൾ ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടോ ഇങ്ങനെ ഒരു ലോകം ഉണ്ട്? ഇല്ല. അതുകൊണ്ടില്ല. എന്നാ ഇതെങ്ങനെ പറയും? അവിടെ പരിശോധിക്കേണ്ട ഒരു മാനദണ്ഡം എന്താ അറിയുന്നത്? ഈ ഗർഭപാത്രത്തിന്റെ പുറത്തുനിന്ന് ഒരു 10 വയസ്സുകാരൻ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നല്ലോ, ഓൻ സത്യസന്ധനാണോ എന്ന് പരിശോധിച്ചാൽ മതി. അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഇപ്പൊ നേരത്തെ വിമൽ പറഞ്ഞു, വിപിൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഞാൻ പരിചയപ്പെട്ടു. ആരും ആവട്ടെ, ഞാൻ ചോദിക്കുന്നത്, നമ്മള് ഇപ്പൊ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഇരിക്കുന്ന സുരേഷ് ഏട്ടൻ എന്ന് വിചാരിക്കാം. ഞാൻ സുരേഷ് ഏട്ടന് ഒന്നിച്ചു വളരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സുരേഷ് ഏട്ടൻ കളവ് പറയുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ഒരു കാലത്തും അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥികൾക്കും അദ്ദേഹം കള്ളം പറയുന്ന അഭിപ്രായമില്ല. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ശത്രുക്കൾ ഉണ്ടായിരുന്ന സ്കൂള്, അവരും പറയുന്ന അദ്ദേഹം കള്ളം പറയില്ല. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പറയുന്ന എന്റെ മോൻ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല. എങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കാൻ ആർക്കെങ്കിലും എന്തൊരു മടിയുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതായി ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത. അതുകൊണ്ടാണ്
ഒരു ചക്രവർത്തിയുടെ മുമ്പിൽ മുസ്ലിങ്ങൾ ചെന്നു, അവിടെ ശത്രുക്കളും ചെന്നു. ആ ശത്രുവായ അബൂ സുഫിയാനോട് ആ ചക്രവർത്തി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ പ്രവാചകത്വം വാദിക്കുന്ന ഒരു മനുഷ്യനല്ലേ, ആള് കള്ളം പറയുവോ? അപ്പൊ ഈ വലിയ ശത്രു പറയാണ്, എനിക്ക് മുഹമ്മദിനോട് വെറുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം കള്ളം പറയില്ല. അപ്പൊ ഈ ക്രിസ്ത്യാനിയായ ചക്രവർത്തി പറയാണ്, എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം പറയുന്നൊക്കെ സത്യമാണ്. എന്താ? സ്വന്തം കാര്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ഒരാൾ പടച്ചോന്റെ പേരിൽ കള്ളം പറയില്ല. സുബ്ഹാനല്ലാഹ് ജലാലുഹു. ഇനി നമുക്ക് സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നുള്ളതിന് ഖുർആനാണ് ഏറ്റവും വലിയ തെളിവ്. ഒറ്റ ഉദാഹരണം പറയാം. തേനീച്ചയെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പെൺതേനീച്ചയാണ് കൂട് നിർമ്മിക്കുന്നതെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ട് എത്രയായി? 1878 സോമർ ഡാം എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ. അതിന് മുമ്പ് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു പെൺതേനീച്ചയാണ് തേൻ ശേഖരിക്കുന്നത്, കൂടുണ്ടാക്കുന്നത്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 68-69 വചനത്തിൽ പറയാണ്, പെൺതേനീച്ചയോട് ഖുർആൻ പറയാണ്, നീ കൂടുണ്ടാക്കുക, നീ തേൻ നിർമ്മിക്കുക എന്ന് പെൺതേനീച്ചയോടാണ് പറയുന്നത് ഖുർആൻ. എന്തുകൊണ്ട്? പെൺതേനീച്ചയാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാവുന്ന സർവശക്തനാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ഒരത്ഭുതം കൂടിയുണ്ട്, ഫീഹി ശിഫാഉൻ ലിന്നാസ്. ഖുർആൻ തേനിനെ പറ്റി പറയാണ്, ഫീഹി ശിഫാഉൻ ലിന്നാസ്, ജനങ്ങൾക്കതിൽ ശമനമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വലിയ പഠന റിപ്പോർട്ട് ശ്രദ്ധിച്ചു. അമേരിക്കയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ നടത്തിയ ഒരു വലിയ പഠനം. ആ പഠനത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം പാലിൽ എന്ത് നിക്ഷേപിച്ചു? എല്ലാ മാരകമായ ന്യൂമോണിയ വരെ ബാധിക്കുന്ന മാരകമായ രോഗാണുക്കളെ അദ്ദേഹം പാലിൽ നിക്ഷേപിച്ചു. 5 ദിവസം കഴിഞ്ഞപ്പോ ഈ രോഗാണുക്കളെല്ലാം പാലിൽ അതിജയിച്ചിരിക്കുന്നു. ഈ രോഗാണുക്കളെല്ലാം പാലിൽ അതിജയിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ മാരകശേഷിയുള്ള രോഗാണുക്കളെ എല്ലാം അദ്ദേഹം തേനിൽ നിക്ഷേപിച്ചു. ശരിക്കും മനസ്സിലാക്കണം, തേനിൽ നിക്ഷേപിച്ചു. 5 ദിവസം കഴിഞ്ഞ് തേനിൽ നോക്കുമ്പോൾ സകല രോഗാണുക്കളും ചത്തൊടുങ്ങിയിരിക്കുന്നു. ഒരു രോഗാണുവിനും തേനിൽ അതിജയിക്കാൻ കഴിയില്ല എന്ന് സയൻസ് പറയുന്നു. വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയാണ്, തേനീച്ച, അതായത് 40 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്നാണ് 1/2 ലിറ്റർ തേനീച്ച നമുക്ക് നൽകുന്നത്. ഈ തേൻ രോഗത്തെ മാറ്റുന്നതാണെന്ന് 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞു. അത് ഇന്നും മച്ചത്തായി പുലരുന്നു, ഇന്നും അത് തുടരുന്നു. ആ ഖുർആൻ പറയുന്നു, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. സൂര്യനും ചന്ദ്രനും അതിന്റെ പ്രത്യേകത പോലും ഖുർആൻ പറഞ്ഞു. ചന്ദ്രൻ സ്വയം പ്രകാശിക്കില്ലെന്ന് പോലും ഖുർആൻ പറഞ്ഞു. അത് പ്രതിപ്രകാശമാണെന്ന് 1400 വർഷങ്ങൾക്ക് പറഞ്ഞു. സൂര്യൻ പ്രകാശത്തിന്റെ സ്രോതസ്സാണെന്നും ചന്ദ്രൻ സൂര്യന്റെ പ്രകാശത്താൽ പ്രകാശിക്കുന്നതാണെന്നും ഖുർആൻ എത്രയോ മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥം മനുഷ്യരോട് പറയുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാണ്, ചതുർവേദത്തിൽ ഒരിടത്തും പുനർജന്മമില്ല, മരണാനന്തര ജീവിതമേ ഉള്ളൂ, സ്വർഗവും നരകമേ ഉള്ളൂ. രാഹുൽ സാങ്കൃത്യായൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, രാഹുൽ സാങ്കൃത്യായന്റെ വിശ്വദർശനങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ 515-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ചതുർവേദത്തിലൊരിടത്തും നരകസ്വർഗങ്ങളെക്കുറിച്ചല്ലാതെ പുനർജന്മത്തെക്കുറിച്ചൊരു വാചകവുമില്ല, സ്വർഗവും നരകവുമുണ്ട് എന്നവിടെ പറയുന്നു. വേദഗ്രന്ഥങ്ങൾ പറയുന്നു സ്വർഗവും നരകവുമുണ്ട്. അല്ലെ പിന്നെ മനുഷ്യജീവിതത്തിന് എന്താ അർത്ഥം? പട്ടിയെപ്പോലെ, പന്നിയെപ്പോലെ, നായെപ്പോലെ ചത്തൊടുങ്ങാണ് മനുഷ്യനെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട് ലക്ഷോപലക്ഷം മനുഷ്യർ, നിരപരാധികൾ ക്രൂരന്മാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ടതൊക്കെ ചില രാഷ്ട്രീയ നായകന്മാരുടെ ചില തിട്ടൂരങ്ങളാണ്. അവർ ശിക്ഷിക്കപ്പെടുന്നില്ല, അവർ ഭരണാധികാരികളാകുന്നു, അവർ സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടുന്നു, അവർക്ക് ശിക്ഷ കിട്ടുന്നില്ല. ഈ ലോകം അനീതിയുടേതാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് കിട്ടുന്നൊരു ലോകമുണ്ട്, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അത് ലഭിക്കുന്ന ലോകവുമുണ്ട്.